എന്റെ പൊന്നുമോൻ, നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിലെ ദൈവം കേട്ട് ദൈവം നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. നീതിമാനായ ജഡ്ജി ഞങ്ങൾക്ക് കൊടുത്തു. ഞങ്ങൾ വളരെയേറെ സന്തുഷ്ടരാണ്, വളരെ തൃപ്തികരമാണ്. നീതിമാനായ ജഡ്ജിക്ക് 1000 നന്ദി, 1000 നന്ദി. ഉറപ്പായും സന്തോഷത്തിന്റെ മണിക്കൂറുകളല്ല, അവർക്ക് ഏതെങ്കിലും തരത്തിൽ അത് സന്തോഷം നൽകുന്നതുമല്ല. കാരണം അവർക്ക് നഷ്ടമായ നഷ്ടം അത് തീർത്താൽ തീരാത്ത, അതിന് നികത്താനാവാത്ത നഷ്ടമാണ്. പക്ഷേ ആ നഷ്ടത്തിന് കാരണക്കാരായ പ്രതിക്ക് വധശിക്ഷ കിട്ടുന്നു എന്നുള്ളത് നീതി കിട്ടി എന്നൊരു ബോധം ഉണ്ടാക്കാനെങ്കിലും അവർക്ക് ഉപയുക്തമാണ്. അക്കാര്യത്തിൽ ഷാരോണിന്റെ സഹോദരൻ ഷീമോനുണ്ട്. അമ്മ അവരത് മറച്ചു വെക്കുന്നില്ല. ആ നീതി കിട്ടി എന്നുള്ള ബോധം, അതിനെ സന്തോഷം എന്നല്ല വിളിക്കേണ്ടതെന്ന് തോന്നുന്നു. നീതി കിട്ടി എന്നുള്ളൊരു ആശ്വാസം അവരത് മറച്ചു വെക്കുന്നില്ല. നീതിമാനായ ജഡ്ജി എനിക്ക് തൃപ്തിയാണ്. ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. മാതൃകാപരമായ ഒരു ശിക്ഷാവിധിയെ ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി നടത്തി തന്നു. എന്റെ പൊന്നുമോന്റെ, നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിളിയാണ്. ദൈവം നീതിമാനായ ജഡ്ജിൽ ഇറങ്ങി വന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾ പ്രതീക്ഷിച്ച ഏറ്റവും വലിയ ശിക്ഷാവിധിയെ കിട്ടി. ഞങ്ങൾ തൃപ്തിയാണ്. സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് ഈ പറയുന്ന ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ പ്രഖ്യാപിക്കുന്നത്. ജഡ്ജിയിലൂടെ ദൈവം ഇറങ്ങി വന്നു എന്നുള്ളതാണ് ആ കുടുംബം ആ സാഹചര്യത്തെ